അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പിറുസത്വ ചങ്ങായിമാർ, അള്ളാഹുടെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു പേരായിട്ട് ലത്തീഫും ചൊല്ലഗണിക്കത്തെ പടച്ചോൻ്റെ പേര്. ഈ ഒരു ലത്തീഫും ചൊല്ലഗണിക്കത്തെ പേര് ഈ ഒരു ചൊല്ലിൻ്റെ രൂപത്തിൽ ഞങ്ങൾ ചൊല്ലാണ്ട് കണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇട്ടഗണിക്കത്തെ അദ്ഭുതമായിട്ടുള്ള ഫലങ്ങായിട്ടിക്കട് ഇന്നത്തെ ഈ ക്ലാസ്സിൽ നാ ചൊല്ലത് അൽഹംദുലില്ലാ. ഞങ്ങളെ ക്ലാസ് കേൾക്കിടങ്ങ ക്ലാസ്സിലെ പിറുസ വെക്കിടങ്ങ അതിൽ കീഴിൽ ചൊമ്മ വിഷയം ചൊന്നിട്ടു ദ്വാർക്കൊണ്ടുകൊണ്ട് വസീയത്താക്കി അങ്ങ് അർഹമുർ റാഹിമീനായ റബ്ബ് അങ്ങലെയും നങ്ങലെയും എല്ലാ ഹലാലായ ഉദ്ദേശം പൂർത്തിയാക്കി തരട്ടെ. എല്ലാ ബേജാറും തീർത്തിട്ട് ഹൈറായ സന്തോഷമുള്ള ജീവിതം പടച്ച റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പിറുസത്തു ചങ്ങായിമാർ, അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട പടച്ചോൻ്റെ 90 ഒലിമ്പ് പേരിൽപ്പെട്ട് പ്രധാനപ്പെട്ട ഒരു പേരായിട്ടിക്കടെ ലത്തീഫും ചൊല്ലണിക്കത്തെ പടച്ചോൻ്റെ പേര്. ഈ ഒരു പേരും ചൊല്ലത് ചൊമ്മ പ്രത്യേകത്തെ ഉള്ള ചൊമ്മ മഹത്വമുള്ള എനിക്കത്തൊരു പേരായിട്ടിക്കടെ. ഈ പേര് അർത്ഥ ലത്തീഫും ചൊന്നേണിക്കുണ്ടെങ്കിൽ ദയ കാട്ടണോ കരുണ കാട്ടണോ ഉണ്ടായിട്ടിക്കടെ. ഈ ലത്തീഫും ചൊന്നങ്ങ് ഉച്ചരിക്കുമ്പോൾ അത് ചൊല്ലുമ്പോൾ ഞങ്ങൾ ജാഗ്രത. ലത്തീഫ് ഉണ്ടല്ല, ലത്തീഫും ത്വാ ആയിട്ടിക്കടെ ഞങ്ങൾ ചൊല്ലണം. ലത്തീഫ് ഉണ്ടായിട്ടിക്കടെ അതിൻ്റെ ശരിയായ ഉച്ചരിക്കണായ റൂപ്പാൻ ചൊല്ലത്. അപ്പോൾ ഈ ലത്തീഫും ചൊല്ലത് അത് 120 ഒലിയുമ്പോൾ ബട്ടായിട്ടിക്കടെ ഞങ്ങൾ ചൊല്ലണം. എല്ലാ നാളിലും സുബൈ നിസ്കരിച്ച് ഞങ്ങൾ ചൊല്ലാണ്ട് കണ്ടെങ്കിൽ ഞങ്ങൾ എന്ത് അകത്യം ഇന്നേന് കണ്ടെങ്കിലും എന്ത് ഉദ്ദേശം ഇന്നേന് കണ്ടെങ്കിലും പൂർത്തിയാവുണ്ടായിട്ട് ഞങ്ങളെ ഉൾക്കൽക്ക് എന്നത്തെ ബേജാറുങ്ങ ഞങ്ങളെ ടെൻഷനുങ്ങ അതൊക്കെ എല്ലാത്തും ഈ ലത്തീഫും ചൊല്ല എനിക്കെത്തെ യാ ലത്തീഫ് യാ ലത്തീഫ് ഇങ്ങനെ ഞങ്ങൾ 120 ഒലിമ്പപ്പെട്ട ചൊല്ലാണ്ട് കണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാ ബേജാറും തീർന്നു കിട്ടുന്നുണ്ടായിട്ട്. അതേപോലെ ഞങ്ങൾ എന്തെങ്കിലും വിഷയത്തിൽ കുടുങ്ങിയിട്ടെങ്കിൽ മാനസികമായിട്ടുള്ള കുടുക്കങ്ങിക്കട്, ശാരീരികമായിട്ട് കുടുങ്ങിയങ്ങിക്കട്, അതേപോലെ ജയിലിൽ കുടുങ്ങിയങ്ങ, ഇങ്ങനെ പല വിഷയത്തിലും കുടുങ്ങിയ ആൾമാറുക ഈ ഒരു ലത്തീഫ് യാ ലത്തീഫ് ചൊല്ലി എനിക്കെത്ത അള്ളാഹുടെ പേര് വലിയ ഒരു പരിഹാരമായിട്ടിക്കട്, വലിയൊരു സമാധാനമായിട്ടിക്കടി. ഞങ്ങൾ എന്തെങ്കിലും ഒരു വിഷയത്തുക എന്തെങ്കിലും ഒരു കഷ്ടമില്ല എനിക്കത്തെ വിഷയത്തുക ഞങ്ങൾ പോകേണ്ട സമയത്തിൽ യാ ലത്തീഫ് ഉണ്ട് ഒരു 120 ഒലിയുമ്പോൾ ഒരു എക്സാമുകാവട്ടെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കഷ്ടമില്ല എനിക്കത്തെ സ്വറ, അല്ലെങ്കിൽ എന്തെങ്കിലും ഡേഞ്ചർ ആയിട്ടുള്ള എനിക്കത്തെ ചില സ്വരങ്ങളിലേക്കിട്, കഷ്ടത്തെ സ്വരങ്ങളിലേക്കിട്. അപ്പോൾ അങ്ങനത്തെ ഏതെങ്കിലും ഒരു വിഷയത്തുക ഞങ്ങൾ പോകേണ്ടേക്കും ഒന്നുമല്ലോ ഈ ഒരു ദിക്കർ യാ ലത്തീഫ് ചൊല്ലി എനിക്കത്തെ അള്ളാഹുടെ പേര് ഒരു 120 ഒലിയുമ്പോൾ പെട്ട് ഞങ്ങൾ ചൊന്നിട്ട് പോണ്ടാണ്ട് കണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് ആ ഒരു വിഷയങ്ങൾ നല്ല റാഹത്തായിട്ട് കിട്ടുന്നുണ്ടായിട്ടിക്കടെ. അതേപോലെ ഞങ്ങളുടെ സ്വഭാവങ്ങൾ, കാരണം ഞങ്ങളെ ഒരാൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ സ്വഭാവം നല്ലതാവും. അപ്പോൾ ഞങ്ങളുടെ സ്വഭാവം നല്ലാകും ഈ ഒരു അള്ളാഹുടെ ഈ ഒരു പേര് യാ ലത്തീഫ് ചൊല്ലി എനിക്കത്തെ പേര് അതൊക്കെ വലിയ കാരണമായിട്ടിക്കടെ. അതേപോലെ ആൾമാരുടെ മധ്യത്തിൽ ഞങ്ങളെ പേര് ബെടുക്കായിട്ട് ആൾമാർക്ക് ഞങ്ങളുടെ ഇഷ്ടം കുറഞ്ഞിട്ട് കണ്ടെങ്കിലും ആ ഒരു ഞങ്ങളുടെ പേരെല്ലാം റാഹത്തായിട്ട് എല്ലാവരും ഞങ്ങൾ ഇഷ്ടപ്പെടുകയും ഈ യാ ലത്തീഫും ചൊല്ലി എനിക്കത്തെ പേര് കാരണമാവും ഉണ്ടായിട്ടിക്കടെ. അതേപോലെ പേടിയുള്ള എനിക്കത്തെ പല വിഷയത്തിലും പേടിയുള്ള ആൾമാറിൽ മുണ്ടകു പേടി, അതേപോലെ ഏതെങ്കിലും ചെറിയ ശബ്ദം കേട്ടെങ്കിലും പേടി, ഇങ്ങനെ പല വിഷയത്തിലും പേടിക്കിടെ എനിക്കത്തെ ആൾമാർക്ക് മനസ്സിൽ എന്തോ ഒരു പേടി. അപ്പോൾ ഇങ്ങനത്തെ ആൾമാർ ഈ ഒരു യാ ലത്തീഫും ചൊല്ലത് ഒരു 120 യാ ലത്തീഫും ചൊല്ല അത് ചൊന്നുൽ. പിന്നെ സൂറത്തുൽ അൻആമുലുള്ള എനിക്കത്തെ ലാ തുദ്രിക്കുൽ അബ്സാറു വഹുവ യുദ്രിക്കുൽ അബ്സാറ വഹുവൽ ലത്തീഫുൽ ഖബീർ. യാ ലത്തീഫുണ്ട് 120 ചൊല്ലണം. അതിൽ പിന്നെ 10 ഇങ്ങനെ ചൊല്ലണം ഈ ആയത്ത് ലാ തുദ്രിക്കുൽ അബ്സാറു വഹുവ യുദ്രിക്കുൽ അബ്സാറ വഹുവൽ ലത്തീഫുൽ ഖബീറും ചൊല്ലി എനിക്കത് സൂറത്തുൽ അൻആമിലുള്ള എനിക്കത്തെ ഒരു ആയത്തും കൂടിയായിട്ട്. അപ്പോൾ ഇതൊരു 10 ഇങ്ങനെ ചൊല്ലാണ്ട് കണ്ടെങ്കിൽ അവൻ്റെ ആ ഒരു പേടികളെല്ലാം പരിഹാരമായിട്ട്. അപ്പോൾ ഇപ്പോൾ എല്ലാ നാളും അങ്ങനെ പേടിയുള്ള എനിക്കത്തെ ആൾമാർ സുബൈ നിസ്കരിച്ചോൾ പിന്നെ 120 ഇങ്ങനെ ചൊന്നിട്ട് ഈ ആയത്ത് ഓതിയെങ്കിലായിട്ട്. അതേപോലെ സാമ്പത്തികമായിട്ട് ഞങ്ങളെ ബിസിനസ്സിൽ ബറക്കത്ത് വേണം, അതേപോലെ ഞങ്ങളെ റിസ്ക് വിശാലമാവണോ, അതേപോലെ ഞങ്ങളെ കടങ്ങ തീർന്ന് കിട്ടണം. ഇങ്ങനത്തെ പല വിഷയങ്ങൾ ഞങ്ങൾക്ക് ഇക്കടെ ഞങ്ങളെ സാമ്പത്തികമായിട്ടുള്ള വിഷയത്തിൽ ഞങ്ങൾക്ക് നല്ല ബറക്കത്ത് കിട്ടണോ, നല്ല റാഹത്ത് കിട്ടണോ, അങ്ങനെ ഉദ്ദേശിക്കുന്ന ആൽമാർ യാ ലത്തീഫ് 120 ഒലിയുമ്പോൾ വിട്ട സുബൈ നിസ്കരിച്ചുൽ പിന്നെ ചൊന്നുൽ. പിന്നെ ഈ ഒരു ആയത്ത് സൂറത്തു ഷൂറയിലുള്ള 10 ആയത്ത് 7 ചൊല്ല അല്ലാഹു ലത്തീഫും ബിഇബാദിഹി യർസുഖു മൻ യശാഉ വഹുവൽ ഖവിയ്യുൽ അസീസ്. യാ ലത്തീഫ് 120 ചൊല്ലണോ 120 അതിൽ പിന്നെ 7 ഈ ആയത്ത് അല്ലാഹു ലത്തീഫും ബിഇബാദിഹി യർസുഖു മൻ യശാഉ വഹുവൽ ഖവിയ്യുൽ
അസീസ്. ഈ ഒരു ആയത്ത് 7 വട്ടം ഓതിയെന്നുണ്ടെങ്കിൽ അവൻ്റെ ബിസിനസ്, അവൻ്റെ റിസ്ക്കിൽ വലിയ ബറക്കത്തായിട്ടിക്കട്ടെ. അതേപോലെ അവൻ്റെ കടം തീർന്നു കിട്ടുകയെല്ലാം വലിയ കാണമാവിടെ ഉണ്ടായിട്ടിക്കട്ടെ. അതേപോലെ രോഗമുള്ളവനിക്ക് താൽമ രോഗ ഷിഫയാകുവാനായിട്ട് 160 വട്ട യാ ലത്തീഫ് യാ ലത്തീഫും ചൊന്നൽ. പിന്നെ സൂറത്തു ഷുഅറാഉലുള്ളവനിക്കത്തെ 78 ആയത്തിൽ പിടിച്ചിട്ട് 85 തോല ഉള്ളവനിക്കത്തെ ആയത്ത് ഒരു വട്ട ഓതുണ്ടായിട്ടിക്കട. ആയത്ത് ഇങ്ങനെ ആയിട്ടിക്കട: അല്ലദീ ഖലഖനീ ഫഹുവ യഹ്ദീൻ വല്ലദീ ഹുവ യുത്ഇമുനീ വയസ്ഖീൻ വഇദാ മരിദ്തു ഫഹുവ യശ്ഫീൻ വല്ലദീ യുമീതുനീ സുമ്മ യുഹ്യീൻ വല്ലദീ അത്മഉ അൻ യഗ്ഫിറ ലീ ഖതീഅതി യൗമദ്ദീൻ റബ്ബി ഹബ് ലീ ഹുക്മൻ വഅൽഹിഖ്നീ ബിസ്സാലിഹീൻ വജ്അൽ ലീ ലിസാന സുദ്ഖിൻ ഫിൽ ആഖിരീൻ വജ്അൽനീ മിൻ വറസതി ജന്നത്തിൻ നഈം വഗ്ഫിർ ലി അബീ ഇന്നഹു കാന മിനൽ-ളാല്ലീൻ. അപ്പോൾ ഈ ഒരു ആയത്ത്, ഈ ഒരു 78 പിടിച്ചിട്ട് 85 തോല ഉള്ളവനിക്ക് ഈ ഒരു ആയത്ത് ഒരു വട്ട ഓതിരാണ് കണ്ടെങ്കിൽ എല്ലാ രോഗത്തും ഷിഫ കിട്ടിയിട്ടായിട്ടിക്കട. അപ്പോൾ ഈ യാ ലത്തീഫ് ചൊല്ലിക്കത്തെ പേര് അതൊരു സാധാരണ പേരല്ല. പല വിഷയത്തും ഞങ്ങൾ എല്ലാ ബേജാറും വലിയ പരിഹാരമായിട്ടിക്കടെ യാ ലത്തീഫും ചൊല്ലിക്കത്തെ പേര്. ഇതിലൊരു അതത് കബീർ വലിയൊരു കണക്കുണ്ട്. 1641 വട്ട അതങ്ങനെ ചൊല്ലുക അവിടെ കണ്ടെങ്കിൽ അങ്ങനെ ചൊന്നതിന് കണ്ടെങ്കിൽ വലിയ പരിഹാരമായിട്ടിക്കടെ യാ ലത്തീഫ് ചൊല്ലിക്കത്തെ ഈ ഒരു ഇസ്മിലൂടെ നമുക്ക് കിട്ടത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. എല്ലാ നാളും സുബൈക്ക് ഞങ്ങൾ ഈ ഒരു ദിക്ർ ഒരു 120 പാട്ട് ചെറിയ ടൈമായിട്ട് ഇവിടെ വേണം. യാ ലത്തീഫ് യാ ലത്തീഫ് യാ ലത്തീഫ് ഒരു ചെറിയൊരു ടൈം മാത്രമായിട്ട് ഇവിടെ വേണം. അപ്പോൾ എല്ലാ നാളും ഇതൊരു ഞങ്ങൾ റൂഢിയാക്കിയിട്ട് എടുക്കുകയാണ് കണ്ണുകൾ. ഞങ്ങൾ എല്ലാ വിഷയത്തും വലിയ പരിഹാരമായിട്ട് മാത്രമല്ല ഞങ്ങൾക്ക് ഏറ്റവും വലിയ അഗത്യ സമാധാനമായിട്ടിക്കടെ. ആ സമാധാനമായിട്ടിക്കടെ ഇതിലൂടെ ഞങ്ങൾക്ക് കിട്ടിയത് പടച്ചറബ് തൗഫീഖ് തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാ ഞങ്ങളെ ഒക്ടോബർ തിങ്കളിൽ ഉംറ 30 താരീഖായിട്ടിക്കടെ ഉംറ പാക്കേജുള്ള ഇൻഷാ അല്ലാ ഞങ്ങളൊട്ടിಗೆ ಬಂಡಾಂಡ കണ്ടെങ്കിലും മക്കത്തും മദീനത്തും ഇങ്ങനത്തെ എല്ലാ ജാഗയും ഞങ്ങൾക്ക് സിയാറത്താക്കുക. അതേപോലെ എല്ലാ ജാഗത്തെ ചരിത്രം കൂടി ഞങ്ങളൊട്ടി നിങ്ങൾ ഇൻഷാ അല്ലാ പഠിക്കുക. അവിടെ പോയാൽ പിന്നെ എക്സ്ട്രാ ഒരു കാസ് ഞങ്ങൾ കേക്കിടുതുമില്ല. മദീനത്തിൽ ഏകദേശം 30 ജാഗ കൂടി ഞങ്ങൾ പോകേണ്ടതായിട്ടിരിക്കണം ഇൻഷാ അല്ലാ. നിങ്ങൾ ആരെങ്കിലും ബണ്ടാണ് കണ്ടെങ്കിൽ എൻ്റെ ഈ ഒരു നമ്പർക്ക് നിങ്ങൾ വാട്സപ്പാക്കുക അല്ലെങ്കിൽ കോലാക്കോറും. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് എല്ലാവർക്കും പരിശുദ്ധമായ ഹജ്ജും ഉംറയും മദീന സിയാറത്തൊക്കെ പഠിച്ച റബ്ബ് തൗഫീഖ് തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.